വണ്ടിയാണ് സാറേ. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബ ജ്വല്ലറിക്കൊപ്പം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ വാഹനമിടിച്ച് ടയറിനടിയിലേക്ക് വീണ സ്കൂട്ടർ യാത്രക്കാരുടെ ദേഹത്ത് കാർ കയറ്റിയിറക്കി. യുവതിക്ക് ദാരുണാന്ത്യം. കേസിൽ യുവാവും വനിതാ ഡോക്ടറും പിടിയിൽ. വാഹനമോടിച്ച അജ്മൽ, ഒപ്പമുണ്ടായിരുന്ന സ്വകാര്യ ആശുപത്രിയിലെ യുവ ഡോക്ടർ ശ്രീകുട്ടി എന്നിവരാണ് പിടിയിലായത്. ഇരുവരും മദ്യപിച്ചിരുന്നതായി വൈദ്യപരിശോധനാ ഫലം. മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത്. വാഹനമിടിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ വാഹനം യുവതിയുടെ ദേഹത്തിലൂടെ കയറ്റിയിറക്കിയതിലൂടെ ജീവൻ നഷ്ടമായതിന് യുവ ഡോക്ടറെ ആശുപത്രിയിൽ നിന്നും പിരിച്ചുവിട്ടു. മൈനാഗപ്പള്ളി ആനൂർക്കാവിലെ വാഹനാപകടത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കുഞ്ഞുമോളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ അജ്മലിനെതിരെ കുറ്റകരമായ നരഹത്യയ്ക്ക് കേസെടുത്തു. അജ്മലും ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടർ ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായാണ് വൈദ്യപരിശോധനാ ഫലം. ടയറിനടിയിൽ കുഞ്ഞുമോൾ വീണ് കിടക്കുന്നതിനിടയിലും വാഹനം മുന്നോട്ടെടുക്കാൻ അജ്മലിനെ പ്രേരിപ്പിച്ചത് യുവതിയെന്നാണ് സാക്ഷിമൊഴി. ഈ സാഹചര്യത്തിൽ ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടറായ യുവതിയെയും പ്രതി ചേർക്കും. വാഹനമിടിച്ച് വീണ സ്ത്രീ വണ്ടിക്കടിയിൽ കിടക്കുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഓടിക്കൂടിയ നാട്ടുകാർക്കിടയിലൂടെ അജ്മൽ വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നു. കുതിച്ചു പാഞ്ഞ വാഹനം 300 മീറ്റർ അകലെ വെച്ച് മറ്റൊരു വാഹനത്തെ ഇടിക്കുവാനും ശ്രമിച്ചു. വെട്ടിച്ചു മാറ്റിയപ്പോൾ മതിലിടിച്ച് തകർത്തു. മുന്നോട്ട് മറ്റ് 2 വാഹനങ്ങളെയും ഇടിച്ചു. കരുനാഗപ്പള്ളിയിൽ വെച്ച് പോസ്റ്റിലിടിച്ച് വാഹനം നിന്നതോടെ യുവാവും യുവതിയും പുറത്തേക്കിറങ്ങി ഓടി. യുവാവ് മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു. യുവതി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി. ഇവിടെ വെച്ചാണ് നാട്ടുകാർ യുവതിയെ പിടികൂടിയത്. വാഹനാപകടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അജ്മലിനൊപ്പമുണ്ടായിരുന്നത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു. അപകടം നടന്നതിന് പിന്നാലെ വണ്ടിയിലുണ്ടായ വനിതാ ഡോക്ടറാണ് പെട്ടെന്ന് വണ്ടിയെടുക്കൂ എന്ന് ആക്രോശിച്ചതെന്നും നാട്ടുകാർ പറയുന്നു. ഒരു സുഹൃത്തിന്റെ വീട്ടിൽ മദ്യപാനം കഴിഞ്ഞു വരുമ്പോഴാണ് അപകടമുണ്ടായത്. നാട്ടുകാർ ആക്രമിക്കുമോ എന്ന് ഭയന്നാണ് മുന്നോട്ട് വാഹനമെടുത്ത് പോയതെന്ന് പ്രതി അജ്മലിന്റെ മൊഴി. അജ്മലിന് ലഹരി വസ്തു വിറ്റതിന് നേരത്തെയും കേസുണ്ട്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ കാഷ്വാലിറ്റി വെച്ചാണ് യുവ ഡോക്ടറെ അജ്മൽ പരിചയപ്പെടുന്നത്. അപകടം നടന്ന ദിവസം ഇരുവരും കാറിൽ കറങ്ങി. സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് പാർട്ടിയിൽ പങ്കെടുത്തു. അവിടെ വെച്ച് മദ്യപിച്ചു. ഇതിനുശേഷമാണ് അപകടമുണ്ടായത്. തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ അജ്മൽ കൈവശപ്പെടുത്തിയെന്ന് ഒപ്പമുണ്ടായിരുന്ന യുവ ഡോക്ടറായ ശ്രീകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.